പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ ചുറ്റാകെയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഈ ദൈവവചന സന്ദേശം നിങ്ങളെ ഉണർത്തട്ടെ. ദൈവവചനപ്രകാരം ചിന്തിക്കാൻ, ദൈവവചനപ്രകാരം സ്റ്റെപ്പ് എടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. 17-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യമാണ് വായിക്കുന്നത്. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എൻ്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇന്നത്തെ ഈ ദൈവവചന സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. നമ്മുടെ ഉദ്ദേശം, നാം ചെയ്യുന്ന പല കാര്യത്തിൻ്റെ പിന്നിലും നമുക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ഉദ്ദേശം കറക്റ്റാണെങ്കിൽ, നമ്മുടെ ഉദ്ദേശത്തിനകത്ത് ഒരു ഹിഡൻ അജണ്ട ഇല്ലെങ്കിൽ, നമ്മുടെ ഉദ്ദേശത്തിനകത്ത് ഒരു ഫേക്കായിട്ടുള്ള, റോങ്ങായിട്ടുള്ള, ദൈവവചനത്തിന് നിരക്കാത്ത, ദൈവവചനത്തിൻ്റെ ഉപദേശത്തിന് നിരക്കാത്ത ഇൻറ്റൻഷൻസ് ഇല്ലെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെ അറിയാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മനുഷ്യനെ മറച്ച് നമുക്ക് പലതും ചെയ്യാം. നമ്മുടെ ബന്ധങ്ങളെ മറച്ച് ഹൈഡ് ചെയ്ത് നമുക്ക് പലതും ചെയ്യാം. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തെ മറച്ച് ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് അറിയുന്നവനാണ് ദൈവം. ഹൃദയത്തിലെ ചിന്തകളെ, ഉദ്ദേശങ്ങളെ അറിയുന്നവനാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന കപടമുഖത്തോടെ നിൽക്കുവാൻ സാധ്യമല്ല. സകലതും അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നുമാണ് കിടക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അങ്ങനെ പരീക്ഷിച്ചു, ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് അങ്ങ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തുവാ അതിൻ്റെ റിസൾട്ട് എന്തുവാ ടെസ്റ്റ് ചെയ്തേ? അങ്ങനെ പരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അങ്ങേക്ക് മനസ്സിലായി: ദൈവമേ, എൻ്റെ ഹൃദയത്തിനകത്ത് ദുരുദ്ദേശമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നീ പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമൊന്നുമില്ലെങ്കിൽ, നല്ല ഉദ്ദേശത്തോടാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഞാൻ പറയാം, ദൈവം പ്രവർത്തിച്ചിരിക്കും. യാതൊരു സംശയവും വേണ്ട. ഭൗതിക ആത്മീക കാര്യത്തിനകത്ത്, ശുശ്രൂഷാപരമായി, ജോലിയുടെ വിശാലതയുമായി ബന്ധപ്പെട്ട്, ഭവനത്തിൻ്റെ വിശാലതയുമായി ബന്ധപ്പെട്ട്, കുടുംബത്തിൻ്റെ വിശാലതയുമായി ബന്ധപ്പെട്ട് ദുരുദ്ദേശമൊന്നുമില്ല, ഒരു ഫേക്ക് ഇൻറ്റൻഷൻ ഇല്ലാതെ ജെനുവിനായിട്ട്, സ്തോത്രം, നീ എടുക്കുന്ന സ്റ്റെപ്പിനെ ദൈവം സഹായിക്കും. എത്ര അന്ധകാരം നിറഞ്ഞ സാഹചര്യത്തിലാണ് നീ വിശുദ്ധിയോടെ നിൽക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റും. എത്ര വഴിയടഞ്ഞ സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിലും, ഞാൻ പറയാം, ദുരുദ്ദേശമില്ലാതെ വിശുദ്ധിയോടെ ദൈവമുമ്പാകെ നിൽക്കുന്ന ദൈവജനത്തിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം ചലിക്കും. എത്ര പേർക്ക് പറയാൻ പറ്റും, ദൈവമേ, ദുരുദ്ദേശമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ? പണ്ട് നാട്ടിൽ നമ്മുടെ സാധാരണ രീതിയിൽ പല ചൊല്ലുകളുണ്ട്. പാലം കടക്കുന്നത് വരെ എന്തു ചെയ്യും? ദൈവത്തെ വിളിക്കും. പാലം കടന്നതിന് ശേഷം, വിടുതൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം, സ്തോത്രം, അങ്ങനെ പല ചൊല്ലുകളും മലയാളത്തിനകത്തുണ്ട്. എന്ന് പറയുന്നത് പോലെ വിടുതൽ കിട്ടുന്നത് വരെ ദൈവമേ പ്രാർത്ഥിച്ചോളാമേ, ആരാധിച്ചോളാമേ, ഉപവസിച്ചോളാമേ എന്നൊക്കെ പറയും. എന്നാൽ വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ എന്തുവാ? മറക്കുക. എടുത്ത തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കാൻ പറ്റാതെ മറ്റു തീരുമാനങ്ങളിലേക്ക് പോവുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചലിക്കുമെന്നല്ല
ദൈവത്തിൻ്റെ വചനം നമുക്ക് മനുഷ്യരെ കളിപ്പിക്കാം, പക്ഷെ ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. മനുഷ്യരെ വഞ്ചിക്കാം, പക്ഷെ ദൈവത്തെ വഞ്ചിക്കാൻ പറ്റത്തില്ല. പിടിക്കും. പ്രിയപ്പെട്ടവരെ, ദുരുദ്ദേശമൊന്നുമില്ലാതെ ഇന്ന് പലരും പ്രാർത്ഥിക്കുക, കർത്താവേ ദുരുദ്ദേശമൊന്നും എന്നിലില്ല, എനിക്കൊരു വിടുതലാണ് ആവശ്യം, എനിക്കൊരു ദൈവപ്രവൃത്തിയാണ് ആവശ്യം, എനിക്ക് ആഗ്രഹം ദൈവത്തിൻ്റെ ഹിതമാണ്. ചലിക്കണ കർത്താവേ, പ്രവർത്തിക്കണ കർത്താവേ എന്ന് പറയുന്നില്ലേ? ഹൃദയത്തിനകത്ത് ഒരു ദുരുദ്ദേശവും ഉണ്ടാകാൻ പാടില്ല. മക്കളെ പഠിപ്പിക്കാൻ വിട്ടു, ഒരു ഫേക്ക് ഇൻറ്റൻഷൻ ഉണ്ടാകാൻ പാടില്ല. വിവാഹാലോചനയ്ക്ക് വേണ്ടി സ്റ്റെപ്പ് എടുത്തു വെച്ചു, ഫേക്ക് ഇൻറ്റൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ സ്വന്തം ഹിതം അതിനകത്തില്ല, സ്വന്തം ആലോചന അതിനകത്തില്ല, ദുരുദ്ദേശമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. 6-ാം വാക്യത്തിൽ 7-ാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, പ്രാർത്ഥനയുടെ ഉത്തരത്തെക്കുറിച്ചാണ് പറയുന്നത്. 6-ാം വാക്യത്തിൽ, ദൈവമേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമാറുമല്ലോ, നിൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. ഞാൻ പറയാം, ദുരുദ്ദേശമൊന്നുമില്ല. സ്തോത്രം. ജോലിസ്ഥലത്തൊരു പ്രശ്നമുണ്ടായി, പക്ഷെ നീ പ്രാർത്ഥിക്കുന്നത്, നീ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് ദുരുദ്ദേശമൊന്നുമില്ല. മറ്റുള്ളവർ ഫേക്കായിട്ടുള്ള ആരോപണം ഉന്നയിച്ചാലും നീയും ദൈവവും തമ്മിലുള്ള വിഷയത്തിനകത്ത് ആ പാത്ത് ക്ലിയറാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്, ആ പ്രാർത്ഥനയുടെ മുന്നിൽ ഫേക്ക് ഇൻറ്റൻഷനൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പിന്നിൽ ഫേക്ക് ഇൻറ്റൻഷനൊന്നുമില്ല. താൻ സ്ഥിരമായി ചെയ്തു വന്നിരുന്നത് പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. 3 നേരം യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. തനിക്ക് വിരോധമായി രേഖ എഴുതിയിരിക്കുക. മത്സരബുദ്ധിയോടല്ല ദാനിയേൽ അവിടെ പ്രാർത്ഥിക്കുന്നത്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ, രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുത്, അമ്മ ഒന്ന് കാണിച്ചു തരാം രാജാവെന്നും പറഞ്ഞല്ല പ്രാർത്ഥിക്കുന്നത്. ദാനിയേൽ ആ പ്രാർത്ഥിക്കുന്നതിനകത്ത് വാശിയില്ല, വൈരാഗ്യമില്ല, മത്സരമില്ല, ശാഠ്യമില്ല, ദുരുദ്ദേശമൊന്നുമില്ല. താനെന്നും ചെയ്തു വന്ന പോലെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൃശ്യമണ്ഡലത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിടുതലൊന്നും കണ്ടില്ലേലും പിന്നീട് പറയും, അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഞാൻ അറിയാത്ത മേഖലയിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്ന് പറയാൻ ദാനിയേലിനെ പോലെ സംഗതി വരുത്തും. സിംഹത്തിൻ്റെ ഗുഹയിൽ ഇറങ്ങി വന്നത് ദൈവത്തിൻ്റെ ദൂതനാണ്. ദൈവത്തിൻ്റെ ഗുഹയിലോട്ട് പോകുമ്പോഴല്ല പ്രാർത്ഥിച്ച്, എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഫേക്ക് ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ദുരുദ്ദേശം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഒരു ഫേക്ക് ഇൻറ്റൻഷൻ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇല്ലാതിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത്. നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. നേരോടെ നടക്കുന്നവർക്കൊരു നന്മയും മുടങ്ങിപ്പോത്തില്ല. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പലരുമുണ്ട്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പോലും കരഞ്ഞിയുന്ന പലരുമുണ്ട്. കർത്താവേ, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, നീ ദുരുദ്ദേശമൊന്നും കണ്ടെത്തിയിട്ടില്ല, ഞാൻ ജെന്യുവിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാൻ പോവുക കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന, കർത്താവേ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല, കർത്താവേ ആ വിശുദ്ധിയുടെ വചനപ്രകാരം ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്നത് പ്രവർത്തിക്കണമെന്ന് 100% ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഉറപ്പ് ദൈവം പ്രവർത്തിച്ചിരിക്കും. ദുരുദ്ദേശം ഒന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്ന പ്രവൃത്തിക്കകത്ത് ദൈവത്തിൻ്റെ കരവിറങ്ങി വരും. ദുരുദ്ദേശമില്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് ദൈവശക്തി വ്യാപരിക്കപ്പെടും. ദുരുദ്ദേശമില്ലാതെ നീ എടുക്കുന്ന സ്റ്റെപ്പിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ വരും. ഇത് പ്രാർത്ഥിച്ചിട്ട് ദാവീദ് 5-ാം വാക്യത്തിൽ പറയുക, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നാം നടക്കേണ്ടുന്ന വഴി സ്വർഗത്തിലെ ദൈവം നമുക്ക് കാണിച്ചു തരും. നാം തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം നമുക്ക് വേണ്ടി കാണിച്ചു തരും. അത് ദൈവം കാണിച്ചു തരുമ്പോൾ മടി പിടിച്ച് അലസരായി അത് സെലക്ട് ചെയ്യാതെ മാറിപ്പോയിട്ട് ദൈവത്തിൻ്റെ മേൽ പഴി ചാരരുത്. ദൈവം വഴി കാണിച്ചു തരുമ്പോൾ ചാടി അതിനകത്ത് എടുത്തു വെച്ചോണം സ്റ്റെപ്പ്. പാട്ടുകാരൻ പറയുന്നത് പോലെ, ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ നിൻ്റെ വിളി കേട്ട് സമുദ്രത്തിൻ്റെ മധ്യേ എന്ന് പറഞ്ഞാൽ ഇടം വലം നോക്കിയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ആ സ്റ്റെപ്പ് എടുത്ത് വെച്ചു.
ദാവീദ് പറയുകയാണ്, എൻ്റെ നടപ്പ്, ഞാൻ നടക്കുന്നത് അവിടുത്തെ ചുവടിലാണ്. ദൈവം പറഞ്ഞിട്ട് സ്റ്റെപ്പെടുത്ത് വെച്ച് ദുരുദ്ദേശമൊന്നുമില്ലാതെ ദൈവാലോചനയ്ക്ക് ലാഭേച്ഛ നോക്കാതെ ചാടിയിറങ്ങിയ ദൈവത്തിൻ്റെ പൈതലേ, അസാധ്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി സാധ്യമാക്കി തരും. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നിരിക്കും. ഒരിക്കലും ഒരു പ്രവൃത്തിയും കാണാത്ത സ്ഥലത്ത് ദുരുദ്ദേശമില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രാർത്ഥന അത്ഭുതങ്ങളെ ചെയ്തിരിക്കും, കൊണ്ടുവന്നിരിക്കും. അത് എത്ര വലിയ വിഷയമാകട്ടെ ചെറിയ വിഷയമാകട്ടെ, ദുരുദ്ദേശമില്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സ്വർഗത്തിലെ ദൈവം കേൾക്കും. ഇതൂത് മറന്നു പോകരുത്. എന്തെങ്കിലും ഒരു ദൈവം ഇതിൽ ചെയ്യുമ്പോൾ എപ്പോഴും അതിനകത്ത് ദുരുദ്ദേശം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഇൻറ്റൻഷൻസിനെ അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. നിൻ്റെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം. ആത്മീക കാര്യത്തിന് വേണ്ടി നീ പല കാര്യങ്ങൾക്കും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആത്മീക ജീവിതത്തിൻ്റെ അപ്ലിഫ്റ്റിങ്ങിന് വേണ്ടി, ഉണർവിന് വേണ്ടി, ഉത്തേജനത്തിന് വേണ്ടി നീ പല തീരുമാനങ്ങളും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് ദൈവവചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദുരുദ്ദേശമൊന്നുമില്ലാതെ പ്രാർത്ഥിപ്പാൻ, ദുരുദ്ദേശമൊന്നുമില്ലാതെ തീരുമാനമെടുപ്പാൻ, ദുരുദ്ദേശമൊന്നുമില്ലാതെ മുൻപോട്ട് പോകാൻ അങ്ങയുടെ ജനത്തെ അങ്ങ് സഹായിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വേഗത്തിൽ ഉത്തരം കാണുമല്ലോ കർത്താവേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. മനസ്സലിയണമേ, കരുണ തോന്നണമേ കർത്താവേ. കർത്താവേ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ ഉത്തരം എനിക്ക് അരുണമല്ലോ. നിൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി അയക്കണമേ കർത്താവേ. അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ചുവടുകൾ മുൻപോട്ട് വെപ്പാൻ ഞങ്ങളെ സഹായിക്കും. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലസ് യു.